ജന്മനാട്ടിൽ തിരിച്ചെത്തിയ ശേഷം അനുമോദനങ്ങളുടെയും സ്വീകരണങ്ങളെയും തിരക്കിലായിരുന്നു ജയ്ഷ. അതിനിടയിലാണ് തന്റെ പ്രിയപ്പെട്ട ഗുരുനാഥനെ കാണാൻ ജയ്ഷ എത്തിയത്. ഗുരുനാഥനൊപ്പം സഹപാഠികളും കായികരംഗത്തെ പുതുപ്രതിഭകളും ജയ്ഷയെ കാണാനെത്തിയിരുന്നു. തന്നിലെ കായിക താരത്തെ കണ്ടെത്തിയതും പരിശീലനം നൽകി ഉയരങ്ങൾ കീഴടക്കാൻ പ്രാപ്തയാക്കിയതും ഗിരീഷാണെന്ന് പറയുമ്പോൾ ആ ഗുരുശിഷ്യ ബന്ധത്തിന് ആനന്ദാശ്രുക്കളുടെ നനവ്. കേരളോത്സവത്തിലൂടെയായിരുന്നു ശരിക്കും ഞാൻ ഒരു എൻ്റെ അത്ലറ്റ് ഉണ്ടെന്ന്, എന്നിൽ എന്തെങ്കിലും ഒരു ടാലൻ്റ് ഉണ്ടെന്ന് ഗിരീഷേട്ടൻ കണ്ടെത്തിയത്. അപ്പം അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ദിവസം ഇവിടെ പ്രാക്ടീസ് ചെയ്തു. കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്ത് പിന്നെ എന്നെ ചങ്ങനാശ്ശേരി അസംഷൻ കോളേജിലേക്ക് വിടുമായിരുന്നു. അതോടെയും കൊണ്ടുപോയിട്ട് ഗിരീഷേട്ടൻ തന്നെയായിരുന്നു. ജയത്തിന്റെ പടികൾ ഓരോന്നായി കയറുമ്പോഴും ഗിരീഷിന്റെ മനസ്സിൽ വർഷങ്ങൾക്ക് മുമ്പ് തന്റെ മുൻപിലെത്തിയ പാവാടക്കാരിയാണ് ജയ്ഷ. അപ്പോൾ അവർക്ക് ആദ്യമൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ജയ്ഷ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ കുറച്ച് കുട്ടികളെ വെക്കേഷൻ ക്യാമ്പിലേക്ക് തിരഞ്ഞെടുത്തു. ആ കുട്ടികളെ അടുത്തേക്ക് വന്നിട്ട് സാറേ ഞാനും വരുന്നുണ്ട് സ്പോർട്സിലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. അപ്പോൾ ഒരു ഫുൾ പാവാടയൊക്കെ ഇട്ടിട്ടാണ് എൻ്റെ അടുത്ത് ആദ്യം വരുന്നത് ജയ്ഷ. ഞാൻ ഇവിടെ വന്നിട്ടൊരു ലോവറൊക്കെ എടുത്ത് കൊടുത്ത് ജയ്ഷനെ കൈപിടിച്ച് അങ്ങോട്ട് കൊണ്ടുവന്നതാണ്. ഫസ്റ്റ് അവൾ ആദ്യമായിട്ട് എൻ്റെ അടുത്ത് പോകുന്നത് തന്നെ ക്രോസ് കൺട്രി മത്സരത്തിലായിരുന്നു. ജൂനിയർ ക്രോസ് കൺട്രിയിൽ ആദ്യമായിട്ട് പോയി. അത് സ്റ്റേറ്റ് തലത്തിലൊരു വെള്ളി വന്നിരുന്നു തോന്നുന്നു. ഏറെ നേരം ഗുരുവിനൊപ്പം ചിലവഴിച്ച് വിശേഷങ്ങൾ പങ്കുവച്ചാണ് ജയ്ഷ മടങ്ങിയത്. മീഡിയ 1 വയനാട്.